കുട്ടികളൊക്കെ ഇന്ന് വല്ലാത്തൊരു ചിന്തകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നവർക്ക് ഏറ്റവും കൂടുതൽ വളരെ സൗന്ദര്യമായിട്ട് കാണുന്നത്, അവർക്ക് ഏറ്റവും വലിയ സംഭവമായിട്ട് കാണുന്നത് സോഷ്യൽ മീഡിയകളാണ്. അതിൽ കാണുന്ന ഓരോ പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആ കുട്ടി ഇങ്ങനെ പറയണം, കൊമ്പങ്കാട് പോയണ്ടോ, കുഞ്ഞാപ്പുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാണ് കുട്ടികൾ ഇങ്ങനെ ചോദിക്കുക. അപ്പൊ കുട്ടികളൊക്കെ അങ്ങനത്തെ ഒരു വിഷയത്തിന്റെ അടിയിലേക്ക്, അങ്ങനെയുള്ള ഒരു കോമാളിത്തരത്തിന്റെ അടിയിലേക്ക് കുട്ടികളൊക്കെ ലയിച്ചു പോയി എന്നാണ് സംഭവം സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ചു വർഷം മുമ്പ്, പിന്നെ ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തൊപ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിയിരുന്നു. പിന്നീട് ആ ചെറുപ്പക്കാരൻ തന്നെ പല അധിക്ഷേപങ്ങൾ വന്നപ്പോൾ ഞാനിനി ഈ പണി ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ കണ്ടു. എന്നാൽ ഇപ്പോ അതേപോലെ തന്നെ നമ്മുടെ മക്കളെ പിടിപെട്ട ഏറ്റവും വലിയ ഒരു അപകടം തന്നെയാണ് ഈ ഒരു സംഭവം. കുട്ടികൾക്ക് ഇന്ന് പഠനത്തിലേക്കല്ല അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കല്ല ചിന്ത കൊണ്ടുപോകുന്നത്, ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളുടെ ചിന്ത കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികൾക്കൊക്കെ അല്ലാഹു ബോധം നൽകട്ടെ. പല രക്ഷിതാക്കളും പറയാണ്, ഇന്ന് കുട്ടികൾ എന്തു പറഞ്ഞാലും ഇപ്പോ അതിൽ പറയുന്നത് പോലെയുള്ള തട്ടിത്തരങ്ങളും അതിൽ പറയുന്ന പോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കാട്ടുകയാണ്. പഠിക്കാൻ വരെ കുട്ടികൾ ഇരിക്കുന്നില്ല. പഠിക്കാനിരിക്കുമ്പോൾ ഉമ്മമാര് ചൂടാകുമ്പോൾ വരെ അതിൽ കാണുന്നത് പോലെയുള്ള വിഷയങ്ങൾ എടുത്തിട്ട് പറയാണ് എന്ന് എത്രയോ ഉമ്മമാര് വിഷം പറയാണ്. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഉമ്മമാര് തന്നെയാണ്. ഉമ്മമാരാണ് കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നത്, അതേപോലെ തന്നെ അത് കാണിച്ചു കൊടുക്കുന്നത് ഉമ്മമാരാണ്. ചെറിയ കുട്ടികൾ അവർക്കൊന്നും അറിയില്ല. ചെറുപ്പം മുതൽക്കേ നമ്മൾ മൊബൈൽ കൊടുത്തിട്ട് നമ്മൾ പഠിപ്പിക്കാൻ നമ്മുടെ കുട്ടികളെ. ഈ മൊബൈൽ കൊടുത്തിട്ട് പഠിപ്പിക്കുമ്പോൾ വലുതായി കഴിഞ്ഞാലും പിന്നീട് മൊബൈൽ ഇല്ലാതെ നമ്മുടെ കുട്ടികൾക്ക് ജീവിക്കാൻ കഴിയില്ല. മൊബൈൽ വേണം, മൊബൈൽ അതിൽ എന്തെങ്കിലുമൊക്കെ കാണണം, ഈ ഒരു ചിന്തയിലേക്ക് വരികയും നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു ബ്രെയിൻ ഉണ്ട്, ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുകയാണ്. കുട്ടികൾക്ക് പുതിയത് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇതുപോലുള്ള കോമാളിത്തരങ്ങൾ മാത്രമാണ്. നമ്മുടെ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, നല്ലത് കാണിച്ചു കൊടുക്കുക. കുറെ കാർട്ടൂൺ കാണിച്ചു കൊടുക്കുന്നതിനപ്പുറം ഇസ്ലാമിക രീതിയിൽ നടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, ഇത് നമ്മുടെ കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുത്തൊക്കെ. ഇതൊന്നും ആരും കാണിച്ചു കൊടുക്കുന്നില്ലല്ലോ. എന്നിട്ട് പറയും, എന്റെ മക്കൾ ഉസ്താദേ പറഞ്ഞത് കേൾക്കുന്നില്ല, അനുസരണയില്ല എന്ന് എന്റെ പ്രിയമുള്ളവരെ പല രക്ഷിതാക്കളും പറയാണ്. ഇതിലൊക്കെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നതും ഇതെല്ലാം മുമ്പില് വരുത്തി വെക്കുന്നതും നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. എന്നിട്ടോ നമ്മൾ തന്നെ വല്ലാതെ വിഷമിക്കാണ്. നമ്മുടെ കുട്ടികൾ നമ്മൾ പറഞ്ഞത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ സിനിമക്ക് അടിമയാണ്, സീരിയലിന് അടിമയാണ്, അതേപോലെ കാർട്ടൂണുകൾ കാണാണ്, മൊബൈലിന് അഡിക്റ്റായി ജീവിക്കാണ്. ഇങ്ങനെ നമ്മൾ തന്നെ എന്നിട്ട് വേവലാതിയും പരാതികളും നമ്മൾ പറയുമ്പോൾ സ്വയം നമ്മളൊന്ന് ചിന്തിക്കുക, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് എന്ന്. അല്ലാഹു തആല ബോധം നൽകട്ടെ. കൊമ്പങ്കാട് കോയയും കുഞ്ഞാപ്പൊക്കെ അഭിനയിക്കുന്ന സ്ഥലത്ത് അഭിനയിച്ചോട്ടെ, പക്ഷേ നമ്മുടെ വീടിന്റെ അകത്തളത്തിലേക്ക് അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരണ്ട. മൊബൈൽ എടുത്ത് കഴിഞ്ഞപ്പോൾ കുട്ടികൾ പറയണം, കൊമ്പങ്കാട് കോയനി കുഞ്ഞാപ്പൂനി വെക്ക്, അല്ലെ? ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തപ്പെടുകയാണ്. അതിന് നന്മയാർന്ന ഉപദേശങ്ങളില്ല, ഒരു നന്മയാർന്ന ചിന്തകളില്ല. ഉദ്ഘാടനത്തിനൊക്കെ വന്നിട്ട് അവർ തന്നെ പറയണം, ഞങ്ങൾ അടിക്കുന്നില്ല, ഞങ്ങളെ യഥാർത്ഥ പേര് അതല്ല കേട്ടോ, ഞങ്ങൾ അടിക്കുന്നില്ല, ഞങ്ങൾ ശരിക്കും ഇങ്ങനെ അഭിനയിക്കുകയാണ് കേട്ടോ എന്ന് നമ്മുടെ മക്കളുടെ മുമ്പിൽ തന്നെ അവർ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ യാഥാർത്ഥ്യങ്ങളില്ല എന്ന് അവർ തന്നെ സ്ഥിരീകരിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഇതിന്റെ പുറമെ നമ്മുടെ മക്കള് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് അവരുടെ ചിന്ത, അവർക്കിതും ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മുടെ മക്കളുടെ ചിന്തയും ഭാവിയുമാണ് നഷ്ടപ്പെടുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നമ്മുടെ മക്കളുടെ ഭാവി നമ്മളാണ് വളർത്തേണ്ടത്. അത് വളർത്താനും അത് സംരക്ഷിക്കാനും മറ്റൊരാൾ വരില്ല എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ നൽകട്ടെ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ അധ്യാപനം തന്നെ ഒരാള് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരിങ്ങനെ ചിരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നാശമുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർ ചിരിക്കാൻ വേണ്ടി പലതും പറഞ്ഞുകൊണ്ടിരിക്കുക, പലതും ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുക, അതിൽ ഖൈറില്ല, അത് നാശത്തിന്റെ അടയാളമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.